നീ ഇത്ര ശുദ്ധഗതിക്കാരിയാണെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ വിളി കാണിക്കുന്നതൊക്കെ നാടകമാ. തട്ടിപ്പിന്റെ മറ്റൊരു ഭാഗം. മീനാക്ഷി കൊച്ചു പറയുന്നത് പോലെ ഇവള് മറ്റെന്തോ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യാനുള്ള അവതരണ സീനാണ് ദാ ഇപ്പൊ ഇവിടെ അരങ്ങേറുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞ ആണെന്ന് ഞാൻ പറഞ്ഞ കൊറേ അനുഭവിച്ചതല്ലേ, അവള് തിരുത്തും. എത്ര പഠിച്ചാലും തിരുത്താത്ത ചില ജന്മങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവള്. ദേ മോള് വന്നു. നമുക്ക് ഇവളോട് ചോദിക്കാം. മോളെ സാവിത്രി, ദാ നീ ഇത് കണ്ടോ? കണ്ടു. അവള് തറ തുടക്കിയല്ലേ? അതിന് നിനക്ക് പുതുമയും തോന്നിയില്ലേ? എന്തു പുതുമ? രാജലക്ഷ്മി പറയുന്നത് അവൾ ആകെ മാറിപ്പോയി, അവൾക്ക് മാനസാന്തരം വന്നു. നിന്റെ അഭിപ്രായം എന്താ? അത് ചിലപ്പോ ശരിയായിരിക്കും. മനുഷ്യരെ കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യിപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ലേ? സാഹചര്യങ്ങൾ കൊണ്ടും മാറാത്ത ചില ജന്മങ്ങളുണ്ട്. അതിലൊന്നാ ഇവള്, ഈ മൈഥിലി. അങ്ങനെ എഴുതി തള്ളരുത് കൈമളേട്ട. മനുഷ്യർക്ക് തിരുത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. കുറ്റബോധമുള്ളവരെ സ്നേഹത്തോടെ പരിഗണിക്കണം. മനുഷ്യർക്ക് നന്നാവാനും ചീത്തയാവാനും അധിക നേരം വേണ്ട. തെറ്റ് തിരുത്തി നല്ലവരായി ജീവിക്കുമ്പോ അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുടെ ആവശ്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് 1000 തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണയുമായി അവര് മടങ്ങിപ്പോവും. കേട്ടില്ല ഇതിന്റെ മോള് പറയുന്നത്? അവൾ നിന്നെ പോലെയല്ല, അവൾക്ക് ഹ്യൂമൻ സൈക്കോളജി അറിയാം. ഹ്യൂമൻ സൈക്കോളജി അറിയാമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതിന് വലിയ വില കൊടുക്കണം. മനുഷ്യരുടെ അവകാശങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ അവര് തീർച്ചയായിട്ടും അപകടകാരികളായിട്ട് മാറും.